നമസ്കാരം. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. കലാഭവൻ നവാസിന്റെ മരണം സംഭവിച്ചിട്ട് ഒരു വർഷം തികഞ്ഞു. ഷൂട്ടിങ്ങിനെ പോയ താരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിരുന്നു മരണമായിരുന്നു നവാസിന്റേത്. ഹൃദയാഘാതമായിരുന്നു മരണത്തിന് കാരണം. നടന്റെ വേർപാടിനേക്കാൾ പ്രേക്ഷകരെ വേദനിപ്പിച്ചത് പ്രിയ ഭർത്താവിനെ ഓർത്ത് നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന രഹനയെ കാണുന്നത് തന്നെയായിരുന്നു. നവാസ് മരിച്ച ശേഷം രഹന വീട്ടിനുള്ളിൽ തന്നെ കഴിയുകയായിരുന്നു. നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമ കാണാൻ വേണ്ടി മാത്രമാണ് രഹന മക്കൾക്കൊപ്പം പുറത്തിറങ്ങിയതെന്നും മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും. ഇപ്പോഴിതാ നവാസിന്റെ പിറന്നാൾ ദിനത്തിൽ രഹന പങ്കുവച്ച കുറിപ്പ് ആരാധകരുടെ കണ്ണ് നിറയ്ക്കുകയാണ്. ഓഗസ്റ്റ് 10 നവാസിന്റെ പിറന്നാൾ തന്നെയാണ്. കാത്തിരിപ്പിനൊടുവിൽ സുബർക്കത്തിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും. ഇതിനേക്കാൾ മനോഹരമായി ഞങ്ങൾ അവിടെ ജീവിക്കും എന്നാണ് പ്രിയതമന്റെ പിറന്നാൾ ദിനം ഓർമ്മിച്ച് രഹന കുറിച്ചത്. ഭർത്താവിന്റെ ഓർമ്മകളും പേര് നീറുന്ന മനസ്സുമായി കഴിയുന്ന രഹന പങ്കുവച്ച റീലും വാക്കുകളും താരത്തിന്റെ ഫോളോവേഴ്സിനെയും കണ്ണു നിറയ്ക്കുകയായിരുന്നു. പടച്ചവൻ നാളെ മനുഷ്യരിൽ രണ്ടകളെയും ഒന്നിച്ചു കൂട്ടട്ടെ, നാഥൻ അനുഗ്രഹിക്കട്ടെ, രഹന ധൈര്യമായി മുന്നോട്ട് പോകണം, ഇതോടെ ആഗ്രഹം പോലെ തന്നെ നടക്കും, ജന്നത്തിലും ഒരുമിച്ച് കൂടാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. എന്തു മനോഹരമായാണ് ഇവർ രണ്ടുപേരും സ്നേഹിച്ചിരുന്നത്. ഇത്ത ആഗ്രഹിച്ച പോലെ തന്നെ ആ നാഥൻ നിങ്ങളെ ഒന്നിപ്പിക്കട്ടെ. ഒരു കലാകാരന്റെ പടച്ചവൻ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണമെങ്കിൽ അത് നവാസിക്ക് ആയിരിക്കും കാണാൻ. കാരണം അദ്ദേഹത്തിന്റെ മരണത്തിനെയും ദുഃഖത്തിലെയും മലയാളികൾ ഇന്നും മറന്നിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഇന്ന് ഒരുപാടുണ്ട്. ഈ സങ്കടം താങ്ങുന്നതിന് ദൈവം നിങ്ങളെ മക്കളെയും സഹായിക്കട്ടെ എന്ന് ഉടനീളം നീറുകയാണ് കമന്റുകളും. നവാസിനല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് രഹന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നവാസിന്റെ വേർപാട് രഹനയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നും പ്രേക്ഷകർക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. 2002 നവാസിന്റെയും രഹനയുടെയും വിവാഹം. രണ്ടുപേരും സിനിമയിൽ നിന്നുള്ളവരായതിനാൽ എന്നും നേരിടേണ്ടി വരുന്ന പ്രണയ വിവാഹത്തിനായിരുന്നോ എന്ന ചോദ്യം അന്നും ഉണ്ടായിരുന്നു. അല്ലെന്ന് ഉത്തരം പറഞ്ഞ് മടുത്തു എന്നും ഇരുവരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇരുവരെയും നീലാകാശം നിറയെ എന്ന സിനിമയിൽ നായകന്മാരെ അഭിനയിച്ചിട്ടുമുണ്ട്. അന്ന് നവാസിനെ വിവാഹമോലോചിക്കുന്ന സമയം കൂടിയായിരുന്നു. ഒരു ദിവസം ലൊക്കേഷനിൽ എത്തിയതായിരുന്നു നവാസിന്റെ സഹോദരൻ നിയാസ്. അദ്ദേഹമാണ് രഹനയെ നവാസിനെ വിവാഹം ആലോചിക്കാനെന്ന ചിന്ത വന്നത്. കുടുംബത്തിൽ സംസാരിച്ചു, ആർക്കും കുഴപ്പമില്ല എന്നും തോന്നി. രഹനയുടെ പിതാവിനോട് സംസാരിക്കുന്നതും നിയാസ് തന്നെയാണ്. 2 വർഷത്തിനുള്ളിൽ വിവാഹവും നടന്നു. വിവാഹത്തിന് 2 ദിവസം മുൻപൊക്കെ സീരിയലിൽ സജീവമായിരുന്നു രഹന. എന്നാൽ വിവാഹത്തിനോടെ ഒരു കുടുംബിനി റോളിൽ ഒതുങ്ങുകയായിരുന്നു. 3 മക്കളാണ് ഇരുവർക്കും ഉള്ളത്. നവാസ് മരിക്കുന്നതിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇരുവരും ഒരുമിച്ച് ഇഴ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഈ സിനിമയുടെ പ്രൊമോഷനായി ഇരുവരും ഒരുമിച്ച് നൽകിയ അഭിമുഖങ്ങളെല്ലാം വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. മരണത്തിന് മുൻപ് നവാസ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതും രഹനയെ കുറിച്ചുള്ള പോസ്റ്റ് തന്നെയാണ്. രഹനയ്ക്ക് മികച്ച 2ാമത്തെ നടിക്കുള്ള ഓഡീഷനിൽ അവാർഡ് പുരസ്കാരം ലഭിച്ചതിനെ കുറിച്ചാണ് രഹനയുടെ പോസ്റ്റും വന്നത്. രഹന പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്ന വാർത്തകളും സോഷ്യൽ മീഡിയ ഇതിനോടകം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊരു വ്യാജ വാർത്തയാണ് എന്നും ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു. രഹനയുടെ പുതിയ ജീവിതം എന്നത് നവാസ് ഇല്ലാതെ രഹന ജീവിക്കുന്ന പുതിയ ജീവിതമായാണ് പ്രേക്ഷകരും കാണുന്നത്. നിങ്ങൾക്ക് രഹന ഇഷ്ടമാണെന്ന കാര്യം വീഡിയോക്ക് തന്നെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.